മിഡിൽസ് ടവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച നിർദ്ദേശത്തിന് ഇസ്രായേൽ ഇതുവരെ മറുപടി തന്നില്ലെന്ന് ഖത്തർ. സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. നേരത്തെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു. No, we don't have any indications at the moment, and I think the actions on the ground speak louder. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് താൽക്കാലിക ശമനമെന്ന നിലയിൽ ആഗസ്റ്റ് 18-നാണ് ഖത്തറും ഈജിപ്തും വെടിനിർത്തൽ നിർദ്ദേശം മുമ്പോട്ട് വച്ചിരുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് സമർപ്പിച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിർദ്ദേശത്തിന് ഇസ്രായേൽ മറുപടി നൽകിയില്ലെന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വെടിനിർത്തൽ നിർദ്ദേശത്തോട് പ്രതികരിക്കുന്നതിന് പകരം ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണിപ്പോൾ. മാനുഷിക സഹായം പോലും നിഷേധിച്ച് അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗസയെ സമ്പൂർണ്ണമായി കീഴ്പ്പെടുത്താനുള്ള ഇസ്രായേൽ ശ്രമം എല്ലാവരെയും അപകടത്തിലാക്കും. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ അതിർത്തികൾ പൂർണ്ണമായി തുറക്കണമെന്നും മാജിദ് അൽ അൻസാരി ആവശ്യപ്പെട്ടു. ഈ മാസം ചേരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള യോജിച്ച അവസരമാണ്. ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് ശാശ്വത പ്രശ്ന പരിഹാരത്തിനുള്ള ഏക പോംവഴി. ലോകരാഷ്ട്രങ്ങളുമായി ചേർന്ന് അതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ വൺ, ദോഹ. സൗദി കിരീടാവകാശിയും ഫലസ്തീൻ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അൽ ഷെയ്ഖും റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭാ സമ്മേളനം സെപ്റ്റംബർ 22-ന് ചേരുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ബെൽജിയവും ഫ്രാൻസും ഉൾപ്പെടെ 10 രാഷ്ട്രങ്ങൾ ഈ സമ്മേളനത്തിൽ ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കും. ഫലസ്തീൻ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അൽ ഷെയ്ഖ് കഴിഞ്ഞ ദിവസമാണ് റിയാദിലെത്തിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഗസ ദ്വിരാഷ്ട്ര ഫോർമുല വിഷയങ്ങൾ ഇദ്ദേഹവുമായി ചർച്ച നടത്തി. ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഫലസ്തീന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ US നടപടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും താൽപര്യങ്ങൾക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ ചർച്ചയായെന്ന് ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം അവസാനം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെ കുറഞ്ഞത് 10 രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിന് ശേഷമുള്ള ലോകരാഷ്ട്രങ്ങളുടെ നിർണായക പ്രഖ്യാപനമായിരിക്കും ഇത്. സൗദി നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രങ്ങളെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം സൗദി കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് കയ്യേറ്റം, ഗസയിൽ അടിയന്തര വെടിനിർത്തൽ, മാനുഷിക സഹായങ്ങൾ വർദ്ധിപ്പിക്കൽ, ഗസയെ ഫലസ്തീൻ പരമാധികാരത്തിന് കീഴിൽ വെസ്റ്റ് ബാങ്കുമായി ബന്ധിപ്പിക്കൽ, മെഡിറ്ററേനിയൻ തീരത്ത് നിന്നും ഇസ്രായേലിന്റെ പൂർണ്ണ പിന്മാറ്റം എന്നിവയും ചർച്ചയായി. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാനും ഇരുവരും തീരുമാനിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. ഇസ്രായേൽ കപ്പലിനെ ലക്ഷ്യം വെച്ച് ഹൂത്തികൾ സൗദി തീരമായ യാംബുവിനടുത്ത് ആക്രമണം നടത്തി. ലൈബീരിയൻ പതാകയുള്ള കപ്പലിനെയാണ് ലക്ഷ്യം വെച്ചത്. യാംബുവിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം. ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കമ്പനി വിശദീകരിച്ചു. സൗദിയുടെ ചെങ്കടൽ തീരത്തുള്ള യാൻബു തുറമുഖ നഗരത്തിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം നടന്നത്. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള സ്കാർലറ്റ് റേ എന്ന കെമിക്കൽ ടാങ്കറിനെയാണ് ഹൂത്തികൾ ലക്ഷ്യം വെച്ചത്. ലൈബീരിയൻ പതാകയുള്ള ഈ കപ്പലിന്റെ ഉടമസ്ഥ കമ്പനി സിംഗപ്പൂർ ആസ്ഥാനമായ ഈസ്റ്റേൺ പസഫിക് ഷിപ്പിംഗ് ആണ്. ഇസ്രായേൽ സമ്പന്നനായ ഇദ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി. ആക്രമണത്തിന് ഉപയോഗിച്ച മിസൈൽ കപ്പലിന് സമീപത്താണ് പതിച്ചത്. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. UK ആസ്ഥാനമായ വാൻഗാർഡ് ടെക് എന്ന മാരിടൈം റിസ്ക് മാനേജ്മെന്റ് കമ്പനിയുടെ ഇന്റലിജൻസ് മേധാവി എല്ലി ഷെഫീഖ് ആക്രമണ വിവരങ്ങൾ സ്ഥിരീകരിച്ചു. പ്രൊജക്ടൈൽ കപ്പലിൽ തട്ടിയില്ലെങ്കിലും ഈ ആക്രമണം ഹൂത്തികളുടെ ശക്തിപ്രകടനമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇത് ഹൂത്തി മന്ത്രിമാർക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിനുള്ള പ്രതികാരമാണെന്നാണ് വിലയിരുത്തൽ. 2023 മുതൽ ഗസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമിക്കാറുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ 110 പ്രവാസികളിൽ നിന്ന് 3 കോടി രൂപയിലേറെ പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയതായി പരാതി. കേരള റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി നിസാമുദ്ദീനെതിരെയാണ് പ്രവാസികൾ രംഗത്തെത്തിയത്. 8 വർഷം മുൻപ് നിക്ഷേപം നടത്തിയവരെ കബളിപ്പിച്ച ഇദ്ദേഹം ഇപ്പോഴും പലരിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിക്കുന്നുണ്ടെന്ന് പരാതിക്കാർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
അത് തന്നെ കിംഫ്രയിൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ 18 ലക്ഷം പെൻഡിങ്ങാണ്. 2017 ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചാണ് നിസാമുദ്ദീൻ പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ പണം സ്വരൂപിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. 110 പ്രവാസികളിൽ നിന്ന് 3 കോടിയിലേറെ രൂപ പിരിച്ചെടുത്തു. നിജാമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലെ കമ്പനിയിലേക്ക് നിക്ഷേപമായാണ് പണം സ്വരൂപിച്ചത്. സ്ഥാപന നടത്തിപ്പിൽ സംശയം ഉന്നയിച്ചവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ഈ സംഘടന തന്നെ പിരിച്ചുവിട്ടു. 110ഓളം ആളുകളെ കയ്യിൽ നിന്ന് പിരിച്ചതായിട്ട് നമ്മളെ കയ്യിൽ രേഖയുണ്ട്. അത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം, 2 ലക്ഷം, ചിലവരുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം, ചിലവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, റീസെൻ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം. ഇവർക്ക് നാഷണൽ ഹൈവേൻ്റെ പൈസ കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് 3 ലക്ഷം ഞാൻ മാറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചു ഈ വ്യക്തിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു അതിനെന്താ പ്രശ്നം, ഹജ്ജിന് പോകാമല്ലോ, നിങ്ങൾക്ക് എല്ലാ മാസം നിങ്ങൾക്ക് 65,000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും, 3 മാസം കൊണ്ട് ആ 3 ലക്ഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ. നിസാമുദ്ദീൻ MDയും ഭാര്യയടക്കമുള്ള 7 പേർ ബോർഡംഗങ്ങളുമായ കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നില്ല, മുടക്കിയ തുകയും തിരിച്ചു നൽകുന്നില്ല. എന്നാൽ സ്ഥാപനം ലാഭത്തിലാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മക്കളുടെ വിവാഹം മുന്നിൽ കണ്ട് തുക നിക്ഷേപിച്ച പ്രവാസികളും ഇക്കൂട്ടത്തിലുണ്ട്. 2.5 ലക്ഷം രൂപയാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച പൈസയായിരുന്നു. അങ്ങനെ അന്ന് 22,000 രൂപ കൊണ്ട് സ്വർണത്തിന് വില ഉണ്ടായിരുന്നു പവന്. അപ്പോൾ അത്രയും 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 10-12 പവൻ സ്വർണം വാങ്ങാനുള്ള പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2017 ഫസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 8 വർഷം കഴിഞ്ഞു ഇതുവരെയായിട്ടും ഇപ്പോൾ സ്വർണത്തിന് 75,000 രൂപയായി ഒരു പവൻ സ്വർണത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. ഉയർന്ന രാഷ്ട്രീയ ബന്ധമുള്ള നിസാമുദ്ദീൻ ഇപ്പോഴും തന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ പലരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയതെന്ന് ഇവർ പറയുന്നു. റീസെൻ്റായിട്ട് ഒരാളെടുത്തുനിന്ന് 45 ലക്ഷം റുപ്പീസ് വാങ്ങിയിട്ട് അതിന് പകരം അവർക്ക് കാണിച്ചു കൊടുത്തതാണ് ഈ ഡോക്യുമെൻ്റ്. ഇവിടെ എറണാകുളത്ത് വേറൊരു ഇതിൻ്റെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ വെറും 30,000 റുപ്പീസാണ് അവിടെ ചിലവാക്കിയിരിക്കുന്നത്. ഒരു വാടക രശീതി മുറിച്ചു. ഈ 30 ലക്ഷത്തിൻ്റെ കണക്കിന് പകരം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് 30,000 റുപ്പീസിൻ്റെ ഒരു വാടക രശീതി മുറിച്ചതാണ്. ആ ബിൽഡിങ്ങിൽ പോയി നോക്കിയപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഉള്ളിൽ മരം വരെ മുളച്ചിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി, കണ്ണൂർ SP എന്നിവർക്ക് പരാതി നൽകിയ ഇവർ നിസാമുദ്ദീനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. മീഡിയ 1 ദുബായ്. വില്ലകൾ വിഭജിച്ച് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ ദോഹ മുനിസിപ്പാലിറ്റി നിയമം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക മാധ്യമമായ ഖത്തർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ദോഹ മുനിസിപ്പാലിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് സുൽത്താൻ അൽ ഷഹ്വാനിയാണ് വില്ലകൾ പാർട്ടീഷൻ ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയത്. വില്ലകൾ വിഭജിക്കുന്ന പ്രവണത ഇല്ലാതാക്കണം. ചിലയിടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുനിസിപ്പൽ നിയമങ്ങൾ അനുസരിച്ച് സവിശേഷ രീതിയിലാണ് വില്ലകളുടെ നിർമ്മാണം. അതുപ്രകാരം അവിടെ കുടുംബങ്ങളാണ് താമസിക്കേണ്ടത്. അവർക്കിടയിൽ തൊഴിലാളികൾ താമസിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത് കർശനമായി നിയന്ത്രിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്തിന്റെ നഗര സ്വഭാവം നിലനിർത്തുകയാണ് പരിശോധനകളുടെ ലക്ഷ്യമെന്ന് ദോഹ മുനിസിപ്പാലിറ്റി സാങ്കേതിക വിഭാഗം ഡയറക്ടർ ഇബ്രാഹിം അബ്ദുള്ള അൽ ഹറമി പറഞ്ഞു. അനുമതിയില്ലാതെ താമസ കേന്ദ്രങ്ങൾ വിഭജിക്കരുത്. ഇത് നിയമവിരുദ്ധവും പിഴ ഈടാക്കേണ്ട കുറ്റവുമാണ്. വില്ലകൾ വിഭജിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് തദ്ദേശവാസികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇക്കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദോഹ. കുവൈറ്റിൽ ക്രിമിനൽ വിചാരണ നിയമം പരിഷ്കരിക്കുന്നതിന് നീതിന്യായ മന്ത്രാലയം തയ്യാറെടുക്കുന്നു. വിചാരണയ്ക്ക് മുൻപുള്ള തടങ്കൽ, അപ്പീൽ, വിധി നടപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചതായി നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് അറിയിച്ചു. അറ്റോർണി ജനറൽ ഡോക്ടർ ഒമർ അൽ മസൂദ് അധ്യക്ഷനായ കമ്മിറ്റിയിൽ ജഡ്ജിമാരും സർവകലാശാല പ്രതിനിധികളും അഭിഭാഷക അസോസിയേഷൻ അംഗങ്ങളും ഉൾപ്പെടും. നീതി വേഗത്തിലും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് കുവൈറ്റിന്റെ നിയമ സംവിധാനം ആധുനികവൽക്കരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം.
ഓൺലൈൻ വഴി ഉംറ വിസ ലഭിക്കാൻ ഇനി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. നേരത്തെ വേഗത്തിൽ ലഭിച്ചിരുന്ന വിസ ലഭിക്കാൻ ഇനി 2 ദിവസമെങ്കിലും കാത്തിരിക്കണം. തീർത്ഥാടകർ യാത്ര തിരിക്കുന്നതിന് മുൻപ് വിസ നടപടികൾ പൂർത്തിയായത് ഉറപ്പുവരുത്തണമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നുസക്ക് മസാർ പോർട്ടൽ വഴിയാണ് ഉംറ വിസ അനുവദിച്ചിരുന്നത്. നേരത്തെ അപേക്ഷ നൽകി ഉടനെ തന്നെ വിസ ലഭിക്കാറാണ് പതിവ്. എന്നാൽ ഓഗസ്റ്റ് 31 മുതൽ വിസ അപേക്ഷകൾ പരിശോധിച്ച് വിസ ഇഷ്യൂ ചെയ്യാൻ ചുരുങ്ങിയത് 48 മണിക്കൂർ സമയമെടുക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഉംറ സർവീസ് കമ്പനികൾക്ക് അതോറിറ്റി നേരത്തെ സർക്കുലർ നൽകിയിരുന്നു. തീർത്ഥാടകർ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് വിസ നടപടികൾ പൂർത്തിയായത് ഉറപ്പുവരുത്തണമെന്ന് അതോറിറ്റി അറിയിച്ചു. സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് തീർത്ഥാടകന്റെ താമസ സൗകര്യം ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും നൽകിയാൽ മാത്രമേ ഉംറ വിസകൾ അനുവദിക്കുകയുള്ളൂ. നാട്ടിലെ ഓണാവധിയും റബിയുൽ അവ്വലും പ്രമാണിച്ച് മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇരുഹറമിലും ഓരോ ദിനവും എത്തുന്നത്. സാബിത് സലീം, മീഡിയ 1, മക്ക. കുവൈറ്റിൽ ജനന നിരക്കിൽ 10% കുറവ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2024-ൽ 49,063 കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. ഇതിൽ 15,740 കുഞ്ഞുങ്ങൾ പ്രവാസികൾക്കും 33,323 കുഞ്ഞുങ്ങൾ കുവൈറ്റി സ്വദേശികൾക്കുമാണ്. ശിശുമരണ നിരക്ക് 6.20% കുറഞ്ഞുവെങ്കിലും പെൺകുട്ടികളിൽ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട്. ആഗോള ജ്വല്ലറി വ്യവസായികളെ ലക്ഷ്യമിട്ട് ഇന്ത്യ സൗദി സംയുക്ത ജ്വല്ലറി എക്സ്പോ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 11 മുതൽ 13 വരെ ജിദ്ദയിലാണ് എക്സിബിഷൻ. 100 കണക്കിന് സംരംഭകർ എക്സിബിഷന്റെ ഭാഗമാകും. ഇന്ത്യ സൗദി വ്യാപാര ബന്ധത്തിൽ എക്സ്പോ ഗുണമാകുമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ പറഞ്ഞു. സാജക്സ് എന്ന പേരിലാണ് 3 ദിവസം നീളുന്ന എക്സ്പോ. സ്വർണ്ണരത്ന വ്യവസായ രംഗത്തെ വിദേശ നിക്ഷേപകർക്കും ഉൽപാദകർക്കുമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വാണിജ്യ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സാജക്സ് ഉപകരിക്കുമെന്ന് ജിദ്ദ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. Sajex as a platform provides enough opportunities for businessmen, for investors, entrepreneurs, designers, jewelry designers, manufacturers to explore exciting new collaborations, to forge new collaborations and to take the bilateral trade ties further, to strengthen them further. And we are excited about this opportunity, and I'm sure Sajex is likely to deliver good value for all the participants. സെപ്റ്റംബർ 11 മുതൽ 13 വരെ ജിദ്ദ സൂപ്പർ ഡോമിലാണ് പരിപാടി. ജെംസ് ആൻഡ് ജ്വല്ലറി മേഖലയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം സംരംഭകർ എക്സിബിഷനിൽ പങ്കെടുക്കും. ആഭരണ വ്യവസായ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെയും രത്നാഭരണങ്ങളുടെയും പ്രദർശനം, ആഗോള ആഭരണ നിക്ഷേപ സമ്മേളനം തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമാകും. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം. അറേബ്യൻ ഹൊറൈസൺ ആയിരിക്കും എക്സ്പോയുടെ സംഘാടക പങ്കാളി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റ് വിഷമദ്യ ദുരന്തം. ഇരകളുടെ അവയവങ്ങൾ മാറ്റിവെച്ച് നിരവധി പേർക്ക് പുതുജീവൻ. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച 10 പേരുടെ അവയവങ്ങൾ മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച 10 പേരുടെ വൃക്ക, ഹൃദയം, കരൾ, ശ്വാസകോശം എന്നിവ മാറ്റിവെച്ചതായി അവയവ മാറ്റിവെക്കൽ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ മുസ്തഫ അൽ മൗസവി വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ അനുമതി ലഭിച്ചതിനു ശേഷമാണ് അവയവങ്ങൾ കൈമാറ്റം ചെയ്തത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുവൈത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ അബുദാബിയിൽ നിന്നാണ് കരൾ ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയവും വൃക്കകളും രാജ്യത്തു തന്നെ വിജയകരമായി മാറ്റിവെച്ചു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 3 ഹൃദയ ശസ്ത്രക്രിയകളും വിജയകരമായി നടത്തിയതായി ഡോക്ടർമാർ വ്യക്തമാക്കി. 160 പേരെ ബാധിച്ച വിഷമദ്യ ദുരന്തം 23 പേരുടെ ജീവനാണ് എടുത്തത്. കൂടുതലും ഏഷ്യൻ പൗരന്മാരായിരുന്നു. 51 രോഗികൾക്ക് അടിയന്തര ഡയാലിസിസും 31 പേർക്ക് മെക്കാനിക്കൽ വെന്റിലേഷനും നൽകേണ്ടി വന്നു. അനധികൃത മദ്യം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതിന് 67 പേരെ അറസ്റ്റ് ചെയ്തു. മീഡിയ 1, കുവൈത്ത് സിറ്റി. അഗ്നിശമന പരിശോധന ശക്തമാക്കി ജനറൽ ഫയർ ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് രാവിലെ സുലൈബിയയിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. സർക്കാർ സ്ഥലങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ വെയർഹൌസുകളായി ഉപയോഗിച്ച സ്ഥലങ്ങളാണ് പിടികൂടിയത്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 58 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി അധികൃതർ വ്യക്തമാക്കി. ഡോക്ടർ ദീപക് മിത്തൽ UAE-യിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേൽക്കും. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ അംബാസഡർ സഞ്ജയ് സുധീർ വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദീപക് മിത്തൽ UAE-യിലെത്തുന്നത്.
നിലവിൽ പ്രധാനമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായ ദീപക് മിത്തൽ നേരത്തെ ഖത്തറിൽ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഉൾപ്പെടുത്തി ആഗോള ടൂറിസം ക്യാമ്പയിന് സൗദിയിൽ തുടക്കമായി. ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പയിൻ. സൗദിയിലെ ആഗോള ഇവന്റുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഐ കെയിം ഫോർ ഫുട്ബോൾ, സ്റ്റേഡ് ഫോർ മോർ എന്ന തലക്കെട്ടിലായിരിക്കും ക്യാമ്പയിൻ. ക്യാമ്പയിൻ ഒരുക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഉൾപ്പെടുത്തിയായിരിക്കും. പ്രധാന ഐക്കൺ താരമായിരിക്കും. Tennis, a marathon with a racket. When it goes wrong, you become your own worst enemy. Now imagine every move timed in a millisecond. സൗദിയിലെ വൈവിധ്യപൂർണവും സമ്പന്നവുമായ ആഗോള ഇവന്റുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. യൂറോപ്പ്, ഇന്ത്യ, ചൈന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിപണികളായിരിക്കും ക്യാമ്പയിൻ ലക്ഷ്യമിടുക. വർഷം മുഴുവൻ രാജ്യത്ത് നടക്കുന്ന സ്പോർട്സ്, സാംസ്കാരിക വിനോദ ഇവന്റുകൾ തുടങ്ങിയവ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. സൗദി എക്സെപ്ഷണൽ കലണ്ടർ ഓഫ് ഇവന്റ്സും ക്യാമ്പയിന്റെ ഭാഗമായി പുറത്തിറക്കി. ഇ സ്പോർട്സ് വേൾഡ് കപ്പ്, ഫോർമുല 1 റേസുകൾ, ഗോൾഫ് LIV ചാമ്പ്യൻഷിപ്പ്, ടെന്നീസ്, ബോക്സിംഗ് ടൂർണമെന്റുകൾ എന്നിവ കലണ്ടറിൽ ഉൾപ്പെടും. സൗദിയെ ആഗോള സ്പോർട്സ് കേന്ദ്രമാക്കി മാറ്റാനുള്ള യാത്രയിൽ പങ്കാളിയാകുന്നത് അഭിമാനം നൽകുന്നുവെന്നും രാജ്യത്തിന്റെ സ്ട്രാറ്റജിക് ദർശനം, സംസ്കാരം, ദേശീയത തുടങ്ങിയവ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ക്രിസ്ത്യാനോ പ്രതികരിച്ചു. A marathon with a racket. When it goes wrong, you become your own worst enemy. Now imagine every move timed in a millisecond. And behind you, a shadow ready to steal victory. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മലയാളി താരം CP റിസ്വാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. UAE ദേശീയ ടീം ക്യാപ്റ്റനായിരുന്ന റിസ്വാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ്. കേരളത്തിനു വേണ്ടി അണ്ടർ 19 രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിച്ചാണ് തലശ്ശേരി സ്വദേശിയായ റിസ്വാൻ റൌഫ് ക്രിക്കറ്റിൽ സജീവമായത്. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം 2014 UAEയിലേക്ക് വിമാനം കയറിയ റിസ്വാൻ പ്രവാസ ലോകത്തും ജോലിക്കൊപ്പം ക്രിക്കറ്റിനെയും കൂടെ നിർത്തി. 2019 UAE ദേശീയ ടീമിൻ്റെ ഭാഗമാകുന്നത്. 2021 ജനുവരിയിൽ അയർലൻഡിനെതിരെ നേടിയ 109 റൺസാണ് റിസ്വാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാക്കിയത്. 2022 റിസ്വാൻ UAE ദേശീയ T20 ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ UAE പതിപ്പായ MI എമിറേറ്റ്സിൻ്റെ താരമാണ്. 37 വയസ്സിലാണ് റിസ്വാൻ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുന്നത്. മീഡിയ 1, ദുബായ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് OICC ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. സാധാരണക്കാരന്റെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാത്ര ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ജൂട്ടസ് പോൾ, ശ്രീജിത്ത് S. നായർ, ജോർജ് അഗസ്റ്റിൻ, ജോൺ ഗിൽബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ബഹ്റൈനിൽ ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യ ചികിത്സ നടത്തിയ പ്രവാസി യുവതി അറസ്റ്റിൽ. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഡെർമറ്റോളജി, കോസ്മെറ്റോളജി സേവനങ്ങൾ നൽകി വന്ന 29 വയസ്സുകാരിയായ യുവതിയാണ് അറസ്റ്റിലായത്. ലൈസൻസ് ഇല്ലാത്ത ഈ സേവനങ്ങൾ പരസ്യം ചെയ്യുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുവൈറ്റിൽ പുതിയ അധ്യയന വർഷ ആരംഭത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത തിരക്ക്. വേനൽ അവധി വിദേശത്ത് ചെലവഴിച്ച ആയിരക്കണക്കിന് യാത്രക്കാരാണ് സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് മടങ്ങിയെത്തിയത്. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 10,800 വിമാനങ്ങളിലായി ഏകദേശം 16 ലക്ഷം യാത്രക്കാരാണ് സഞ്ചരിച്ചത്. ഇന്നലെ മാത്രം 170 വിമാനങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയത്. 23 വിമാനങ്ങളുമായി ഈജിപ്താണ് ഒന്നാമത്. ഇന്ത്യയിൽ നിന്ന് 21 വിമാനങ്ങളും, ദുബായിൽ നിന്ന് 14 വിമാനങ്ങളും, ജിദ്ദയിൽ നിന്ന് 13 വിമാനങ്ങളും എത്തി. റിയാദിൽ പ്രവാസി ലീഗൽ സെൽ സൗദി ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ സൗദി കോർഡിനേറ്റർ പീറ്റർ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് കുട്ടുകാട് ഉദ്ഘാടകനായി. ഷിബു ഉസ്മാൻ, ഗഫൂർ കൊയിലാണ്ടി, വിനോദ് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ മതകാര്യ സമിതി ഇഷ്ഖെ റസൂൽ 2025 സംഘടിപ്പിച്ചു. അമീൻ മൗലവി ചേകനൂർ
മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ചെയർമാൻ AP അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിച്ചു. KMMA പ്രസിഡന്റ് K ബഷീർ അധ്യക്ഷത വഹിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും 3300-ലധികം പേർ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് മത്സരത്തിലെ വിജയികളെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. 195 പുതിയ വിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ട് സൗദിയിലെ ലോ കോസ്റ്റ് എയർലൈൻ കമ്പനിയായ ഫ്ലൈനാസ് ഇതിനായി 50 കോടി റിയാലിന്റെ കരാറിൽ ഒപ്പുവെച്ചു. സൗദി ഫസ്റ്റ് ബാങ്കുമായാണ് ധാരണ. ഫ്ലൈനാസ്, സൗദി ഫസ്റ്റ് ബാങ്ക് എന്നിവയാണ് കരാറിൽ ഒപ്പുവെച്ചത്. 50.4 കോടി റിയാലിന്റേതാണ് കരാർ. കാലാവധി 12 വർഷമായിരിക്കും. പുതിയ വിമാനങ്ങൾ വാങ്ങുകയാണ് ലക്ഷ്യം. വിമാനം ഓർഡർ ചെയ്യാനുള്ള പ്രാഥമിക ചെലവിലേക്കായിരിക്കും തുക ഉപയോഗിക്കുക. വാങ്ങുക 195 നാരോ ബോഡി വിമാനങ്ങളായിരിക്കും. 159 A320 നിയോ, 36 A321 നിയോ എന്നീ വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതി. സേവനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. സൗദിയെ ടൂറിസം, ലോജിസ്റ്റിക്സ് ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുന്നതും ലക്ഷ്യമാണ്. സൗദിയിലെ ലോ കോസ്റ്റ് എയർലൈനുകളിലൊന്നാണ് ഫ്ലൈനാസ്. റിയാദാണ് ആസ്ഥാനം. 2007 പ്രവർത്തനം തുടങ്ങിയ കമ്പനി നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സേവനം നൽകുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നോർക്കയും പ്രവാസികളും എന്ന വിഷയത്തിൽ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റ് ഇന്ററാക്റ്റീവ് സെഷൻ സംഘടിപ്പിച്ചു. അംഗങ്ങൾക്കായി നടത്തിയ പരിപാടിയിൽ നോർക്കയും വിവിധ സേവനങ്ങളും എന്ന വിഷയത്തിൽ സത്താർ കുന്നിൽ സംസാരിച്ചു. റഫീഖ് ബാബു പ്രസന്റേഷൻ അവതരിപ്പിച്ചു. സിജുമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ടീന സൂസൻ തങ്കച്ചൻ, ട്രീസ എബ്രഹാം എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും പുതുവസ്ത്രങ്ങൾക്കും വമ്പൻ വിലക്കുറവുമായി ഒമാനിലെ ലുലു ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓണം വിപണിയൊരുങ്ങി. മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുന്ന ഓണസദ്യയും വ്യത്യസ്തതരം പായസങ്ങളുമായി ഓണം കളറാക്കാൻ ആവശ്യമായതെല്ലാം ലുലുവിൽ സജ്ജമാണ്. ഹാപ്പിനെസ് ലോയൽസ് മെമ്പേഴ്സിന് ഞെട്ടിക്കുന്ന മറ്റ് ഓഫറുകളും കാത്തിരിക്കുന്നുണ്ട്. ഓഫർ വിലയിൽ പുതുവസ്ത്രങ്ങൾ, ഓണസദ്യ, പായസം, അങ്ങനെ എവിടെയും അലയാതെ ഓണം കളറാക്കാൻ ആവശ്യമായതെല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. ഓണം സ്പെഷ്യൽ ഭക്ഷ്യോൽപ്പന്നങ്ങളായ പാലക്കാടൻ മട്ട മുതൽ വെളിച്ചെണ്ണ, നെയ്യ്, ശർക്കര, പായസം മിക്സ്, അച്ചാർ, സാമ്പാർ പൗഡർ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാമെന്ന് ലുലു അധികൃതർ പറയുന്നു. ചിപ്സ്, തൈരുമുളക്, കടുമാങ്ങ, ചെറുന്നുവേണ്ട ഗൃഹാതുരത ഉണർത്തുന്ന വിഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കണിവെള്ളരി, കണ്ണിമാങ്ങ, ഇടിച്ചക്ക, മത്തൻ, സാമ്പാർ കട്ട്സ്, തൂശനില തുടങ്ങി സദ്യക്കാവശ്യമായ എല്ലാ സാധനങ്ങളും അടങ്ങുന്ന പ്രത്യേക വിഭാഗമാണ് മറ്റൊന്ന്. സദ്യ ഒരുക്കാൻ സമയമില്ലാത്തവർക്കായി വ്യത്യസ്ത വിഭവങ്ങളുമായി അതിഗംഭീരൻ ഓണസദ്യയാണ് മറ്റൊരു ആകർഷണം. സദ്യ ലുലുവിന്റെ ഏത് ഔട്ട്ലെറ്റുകളിലും മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അടപ്രഥമൻ, പാലട പായസം, സേമിയ പായസം, പരിപ്പ് പായസം തുടങ്ങി രുചിയേറിയ പായസങ്ങളും റെഡിയാണ്. കുർത്തി, ഷർട്ട്, കസവുമുണ്ട്, ചുരിദാർ, പട്ടുപാവാട, പ്രിന്റ് സാരി തുടങ്ങി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ആവശ്യമായ ഓണം സ്പെഷ്യൽ വസ്ത്രങ്ങൾ 25% കിഴിവിലും സ്വന്തമാക്കാം. മോഡേൺ വസ്ത്രങ്ങൾ മുതൽ കേരളത്തനിമയാർന്ന വസ്ത്രങ്ങൾ വരെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ഇതുകൂടാതെ ഹാപ്പിനെസ് ലോയൽസ് മെമ്പേഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഓഫറുകളുമുണ്ട്. മീഡിയ 1, മസ്കത്ത്. KP മൊബൈൽസിന്റെ 10ാമത് ഔട്ട്ലെറ്റ് മുഹൈസനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷത്തോളമായി UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KP ഗ്രൂപ്പിന് കീഴിലെ സംരംഭമാണ് KP മൊബൈൽസ്. ദുബായ് മുഹൈസിന പെപ്കോ ലേബർ ക്യാമ്പ് ബിൽഡിംഗിലാണ് 10ാമത് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മികച്ച വിലയിൽ ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുക എന്നതാണ് KP മൊബൈൽസ് ലക്ഷ്യമിടുന്നത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ 9 ബ്രാഞ്ചുകളും ഉപഭോക്താക്കൾ ഏറ്റെടുത്തതെന്നും KP ഗ്രൂപ്പ് പറഞ്ഞു. KP മാർട്ട്, ഫോർ സ്ക്വയർ, KP ചായ തുടങ്ങിയ സംരംഭങ്ങളും ഗ്രൂപ്പിന് കീഴിലുണ്ട്. കായക്കുടി ഇബ്രാഹിം മുസ്ലിയാർ, KP ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KP മുഹമ്മദ്, ഇബ്രാഹിം ഹസൻ ഔക്കൽ, ഡയറക്ടർ ആഷിഖ് KP തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. മീഡിയ 1, ദുബായ്. സമസ്ത കേരള കീഴ്ഘടകമായ കുവൈറ്റ് ഇസ്ലാമിക് കൗൺസിലിന്റെ ഈ വർഷത്തെ സേവനമുദ്ര പുരസ്കാരം കോഴിക്കോട് വലിയ ഖാലി സെയ്ദ് മുഹമ്മദ് ജുമാലുലൈലി തങ്ങൾക്ക് സമസ്തയുടെ വിവിധ ഘടകങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. ഈ മാസം 5-ന് പുരസ്കാരം സമ്മാനിക്കും. നിലവിൽ സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി
താനൂർ ഇസ്ലാഹുൽ ഉലൂം കോളേജ് മാനേജർ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും ജമലുൽ അലി തങ്ങൾ വഹിക്കുന്നുണ്ട്. യുഎയിലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അൽ റാഹി ഷാർജ ദായിദിൽ പുതിയ ഷോറൂം തുറന്നു. അൽ റാഹിയുടെ 94ാമത്തെ ശാഖയാണിത്. ഷാർജ ദെയ്ദിലെ ദെയ്ദ് മാളിലാണ് അൽ റാഹിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉസ്താദ് റാഷിദ് ബുഹാരി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 പതിറ്റാണ്ടോളമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് മുന്തിയതരം നട്ട്സുകൾ, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചോക്ലേറ്റുകൾ, കോഫി പൗഡർ എന്നിവ ഇറക്കുമതി ചെയ്ത് ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ശക്തമായ സാന്നിധ്യമായ സ്ഥാപനമാണ് അൽ റാഹി റോസ്റ്ററി. ഇത് നമ്മുടെ 94ാമത്തെ ഔട്ട്ലെറ്റാണ് ഇവിടെ നിന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഷാർജയിൽ ഇത് 4ാമത്തെ ഔട്ട്ലെറ്റാണ്. കസ്റ്റമർക്ക് വിശ്വാസമാണ്, നമ്മളെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസമാണ് അൽ റാഹിയുടെ മികവ്. കസ്റ്റമർ സർവീസിലും പ്രൈസിലും ക്വാളിറ്റിയിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സംതൃപ്തരായ കസ്റ്റമേഴ്സ് നമുക്ക് നിലനിൽക്കുന്നത്. അൽ റാഹി മാനേജിംഗ് ഡയറക്ടർ തൻവീർ താജുദ്ദീൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് കൊറോത്ത്, അജ്മൽ അസീസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. ഇതിഹാസ സംഗീത സംവിധായകൻ ഇളയരാജ ആദ്യമായി ഖത്തറിലെത്തുന്നു. ഒക്ടോബർ 3 ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇളയരാജയുടെ സംഗീത നിശ അരങ്ങേറും. വൈകിട്ട് 7 മുതൽ രാത്രി 11 മണി വരെയാണ് പരിപാടി. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. AFC അണ്ടർ 23 യോഗ്യതാ മത്സരങ്ങൾക്കായി ഇന്ത്യൻ ഫുട്ബോൾ ടീം നാളെ ഇറങ്ങുന്നു. ബഹ്റൈനാണ് എതിരാളികൾ. സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആതിഥേയരായ ഖത്തർ അടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഇന്ത്യയുള്ളത്. മലയാളി താരങ്ങളായ വിപിൻ മോഹനൻ, മുഹമ്മദ് സനാൻ, മുഹമ്മദ് ഐമൻ തുടങ്ങിയവർ ഉൾപ്പെട്ട ടീം നിലവിൽ ദോഹയിൽ പരിശീലനത്തിലാണ്. മിഡി സ്റ്റാർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.